ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 2024 ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ഇയർ മുതൽ 4 വർഷ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെമോ സഹിതം നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കേരള യൂണിവേഴ്സിറ്റി പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ലഭ്യമാണ്. അതോടൊപ്പം തന്നെ കോളേജ് വൈസുള്ള ലിസ്റ്റും കാര്യങ്ങളും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോഴ്സിൻ്റെയും ഓരോ കോളേജുകളുടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യുക. സോ നൗ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ അലോട്ടഡായി അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട പേപ്പേഴ്സ്, സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഇതിൽ പറയുന്ന പല ഡോക്യുമെൻറ്റ്സും നമ്മൾ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് കയ്യിൽ വെച്ചാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ സമയത്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് പ്രത്യേക ടൈമൊന്നും അവർ നൽകില്ല. അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങളിത് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് അതിന് ഇന്ന ദിവസം ഇന്ന ടൈമൊന്നും പറഞ്ഞ് തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ടും അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ആദ്യത്തെ ഒന്ന് നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ അടച്ചതിൻ്റെ റെസിപ്റ്റാണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞൊരു എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഏതൊരു കോളേജിൽ അഡ്മിഷൻ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് വഴി കിട്ടിയാലും അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിനകത്ത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കൊടുക്കേണ്ട ഒന്നാണ്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ട ഒന്നാണ്. ദെൻ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കോളേജ് വെച്ചിട്ടുള്ള എക്സാമിന് +2ൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ കയ്യിൽ കരുതണം. ദെൻ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫൈ ചെയ്യുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. TC, നിങ്ങൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ TC നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കോഴ്സ് ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടാവണം, കയ്യിൽ കരുതി വെക്കണം. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബോർഡ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് സ്റ്റഡി, നിങ്ങൾ മുമ്പ് പഠിച്ച യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ബോർഡ് ആയിക്കോട്ടെ അവിടുത്തെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ, അതായത് മുമ്പ് കോഴ്സ് ഡിഗ്രി പഠിച്ച് അത് പകുതി കിട്ടി നിർത്തുക അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി സർട്ടിഫിക്കറ്റ് ഫ്രം ദ വില്ലേജ് ഓഫീസർ, നെയിംലി ദ ആപ്ലിക്കൻ ബിലോങ് ടു Antyodaya and Yojana and Priority Household PHH category or the Income Asset Certificate of Economically Weaker Section EWS in General Category for candidate under EWS category. EWS കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ AAY ആൻഡ് PHH കാറ്റഗറിയിൽ പെടുന്നവർ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അസറ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉണ്ടാവണം. ദെൻ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് SC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ SC BC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ OEC കാൻഡിഡേറ്റ്സ് SC ST വേക്കൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ നിങ്ങളുടെ ഗ്രേസ് മാർക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്കോ വെയിറ്റേജോ ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇൻ കേസ് ഓഫ് കാൻഡിഡേറ്റ് ഹു ഹവ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അതർ ദൻ HSC VHSC കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ദ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ CBSE ആൻഡ് ISC. സോ ഈ പറഞ്ഞ HSC VHSC AISC ISC ഇതൊക്കെ ഈ ഒരു മേഖലയിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം. ദെൻ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഫ് ആപ്ലിക്കബിൾ. ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ദെൻ അണ്ടർടേക്കിംഗ് ഫ്രം ദ സ്റ്റുഡൻസ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ആൻറ്റി റാഗിംഗ് വെർഡിക്ട് ബൈ ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അത് നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒന്നാണ്, ആൻറ്റി റാഗിങ്ങിനകത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത്. ദെൻ
മറ്റേതെങ്കിലും തരത്തിൽ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പം സ്വിമ്മിങ് അങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾ കയ്യിൽ കരുതുന്നതാണ്. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫെയിലിയർ ടു റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ. Candidate who do not take admission on the prescribed date will lose their allotment. They will not be considered for further regular allotments under any circumstance. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ അലോട്ടഡ് ആയ ഒരു അഡ്മിഷൻ കിട്ടി, പക്ഷേ നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ പോയി അഡ്മിഷൻ എടുത്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ കാൻഡിഡേറ്റ് ഹാവ് ദ ഫ്രീഡം ടു ചേഞ്ച് ദർ പാസ്വേഡ്. ഹൗവർ ദേ ഷുഡ് ടേക്ക് നോട്ട് ഓഫ് പാസ്വേഡ് ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ കെയർഫുള്ളി ഫോർ ഫ്യൂച്ചർ ലോഗിൻ. നിങ്ങൾക്കിപ്പോൾ അറിയാം നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള പാസ്വേഡ് ഇതിൽ ഇടാൻ സാധിക്കുന്നതാണ്. പക്ഷേ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ലോഗിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പാസ്വേഡും നിങ്ങൾ ഓർമ്മ വെക്കണം എന്നുള്ള കാര്യമാണ്. ഓക്കെ. Then application of candidate who do not register their personal and academic data online and who not give their options online with the time schedule will not be considered for allotment. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കാഡമിക് ഡേറ്റ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. Then no opportunity will be given to inaccurate and details after the last date of submission of application. Late or defective application will not be considered under any circumstances. ഓക്കെ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഫാൾസ് ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആൾസോ പറഞ്ഞ ഒരു ടൈം പീരീഡിനുള്ളിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ നിങ്ങളെ ഔട്ടാക്കുന്നതായിരിക്കും. Then rounding of mark percentage to the nearest whole number will not be permitted. The university will not certain any request for change of the date of online centralized allotment. Any other item not specifically covered in the prospectus will be decided by the university and that decision shall be final. ഓക്കെ. ഇപ്പം നമ്മൾ മാർക്കൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ചെയ്തിട്ടൊരു മാർക്കൊക്കെ ഇടാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം 96.66 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് റൗണ്ട് ചെയ്തിട്ട് ചിലരൊക്കെ മാർക്ക് അതിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇതാണ്. ദെൻ നിങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും കെയർ സർട്ടിഫിക്കറ്റൊക്കെ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആണെന്നില്ല. അപ്പോൾ അത് അക്ഷയ വഴിയോ മറ്റും അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു ടൈം പീരീഡിലേക്ക് നിങ്ങളുടെ കയ്യിൽ അത് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ്സും കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്ത് കയ്യിൽ കരുതി വെക്കുക. ഇപ്പം ഡിഗ്രി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.